റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളിക്കെതിരായ അതിജീവതയുടെ രഹസ്യമൊഴിയും അവഗണിച്ച് പോലീസ്. മജിസ്ട്രേറ്റ് നൽകിയ രഹസ്യമൊഴിയുടെ പകർപ്പ് പരിശോധിച്ചുള്ള അന്വേഷണത്തിലും പോലീസിന് വീഴ്ച സംഭവിച്ചിരിക്കുന്നു. വേടന്റെ മുൻകൂർ ജാമ്യ ഹർജി നാളെ ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെ ഇതുവരെ വേടനെ പിടികൂടാതെ സംരക്ഷിച്ചുള്ള അണിയറ നീക്കങ്ങൾ കൂടിയാണ് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത്. ജജീഷ് കരുണാകരൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ജജീഷ്, ഇത് എന്ത് സന്ദേശമാണ് നൽകുന്നത്? കാരണം ഒരു സ്ത്രീ ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന ആൾ ഒരു സെലിബ്രിറ്റി ആണെങ്കിൽ ഒരു തരത്തിലും ആ സ്ത്രീക്ക് നീതി ലഭിക്കില്ല എന്നുള്ള സന്ദേശമല്ലേ ഇതിലൂടെ പോലീസ് നൽകുന്നത്? ദേവിക, അത്തരത്തിലൊരു തെറ്റായ സന്ദേശം തന്നെയാണ് സമൂഹത്തിൽ തുടക്കം മുതൽ. കാരണം ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ഇപ്പോൾ 2 ആഴ്ച പിന്നിട്ടു. ബലാത്സംഗ കേസാണ്, അതിഗൗരവമുള്ള കേസാണ്. അതിജീവിത പോലീസിൽ വിശദമായ മൊഴി നൽകിയിട്ടുണ്ട്. അതിന് തൊട്ടു പിന്നാലെ മജിസ്ട്രേറ്റ് കോടതിയിൽ കൂടുതൽ വിശദമായി തന്നെ, ഒരുപക്ഷെ പോലീസിന് മുന്നിൽ പറഞ്ഞതിലധികം കാര്യങ്ങൾ അവർക്ക് മജിസ്ട്രേറ്റിന് മുന്നിൽ പറയാനുണ്ടായിരുന്നു. പോലീസിനെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ കാര്യങ്ങളും പറയുക അവർക്ക്, അല്ലെങ്കിൽ ഏത് തരത്തിലാണ് പോലീസ് അതിൻ്റെ അന്വേഷണങ്ങളെ വഴിതിരിച്ചു വിടുക എന്നതൊന്നും വ്യക്തമല്ല. ഈ ഒരു ഘട്ടത്തിൽ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകി. ഈ മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി തന്നെ പോലീസിന് മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നു. പോലീസ് തുടക്കത്തിൽ വ്യക്തമാക്കിയതും അതാണ്. സിറ്റി പോലീസ് കമ്മീഷണർ ആണെങ്കിലും അന്വേഷണ ചുമതലയുള്ള മറ്റു ഉദ്യോഗസ്ഥരാണെങ്കിലും എല്ലാം തുടക്കം മുതൽ പറഞ്ഞിരുന്നത് ഈ മജിസ്ട്രേറ്റിന്റെ മൊഴിയുടെ പകർപ്പ് ലഭിച്ച ശേഷം തങ്ങൾ വേടനെതിരെ ശക്തമായ നടപടിയിലേക്ക് കടക്കും, അതനുസരിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമെന്നായിരുന്നു. എന്നാൽ ഈ മൊഴി പൂർണ്ണമായും തന്നെ അവഗണിക്കുകയായിരുന്നു സർക്കാർ സംവിധാനങ്ങളും ഒപ്പം തന്നെ പോലീസ് സംവിധാനങ്ങളും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുവരെ ആ മൊഴി പരിശോധിക്കുകയോ മൊഴിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും അതിൽ പറഞ്ഞിരിക്കുന്ന ആളുകളെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്കോ ഒന്നും തന്നെ ഇതുവരെ പോലീസ് കടന്നിട്ടില്ല. എങ്ങനെയാണോ തുടക്കം മുതൽ വേടനെ സംരക്ഷിക്കാനുള്ള നീക്കങ്ങൾ നടന്നത് അത് ഇപ്പോഴും തുടരുന്നു എന്നതാണ്. മാത്രമല്ല അതിലവർ ഏതാണ്ട് പൂർണ്ണമായും വിജയിക്കുകയും ചെയ്തു. കാരണം നാളെയാണ് വേടൻ എന്ന ഹിരൺദാസ് മുരളിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുന്നത്. 18-ാം തീയതിയാണ് ഇത് നേരത്തെ തന്നെ ഹൈക്കോടതി പരിഗണിക്കാൻ വെച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം കോടതി ഈ കേസ് പരിഗണിച്ചപ്പോൾ ഒരു ഘട്ടത്തിൽ പോലും അറസ്റ്റ് തടയുകയോ അറസ്റ്റ് ചെയ്യരുതെന്ന നിർദ്ദേശമോ ഒന്നും കോടതി നൽകിയിട്ടില്ല. സാധാരണ നിലയിൽ ഇത്തരത്തിൽ അറസ്റ്റ് തടയുകയോ അറസ്റ്റ് ചെയ്യരുതെന്ന നിർദ്ദേശം കോടതി പ്രത്യേകമായി നൽകുകയോ ചെയ്യാത്ത കേസുകളിലെല്ലാം തന്നെ അതിശക്തമായ അന്വേഷണം നടത്താനും പ്രതിയെ പിടികൂടാനും റിമാൻഡിലേക്ക് പോകാനും എല്ലാമുള്ള സാധ്യതകളുണ്ടായിരുന്നു. അത്തരം കടുത്ത നടപടികൾ സ്വാഭാവികമായും പോലീസിനെ സംബന്ധിച്ചിടത്തോളം എടുക്കാനും കഴിയും. കാരണം ഒരു സ്ത്രീ ലൈംഗിക ചൂഷണത്തിന് ഇരയായതാണ് ഈ ഒരു കേസ്. അതിജീവിത ഇപ്പോഴും ആ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു. തുടർച്ചയായ ലൈംഗിക ചൂഷണം വേടനിൽ നിന്ന് ഉണ്ടായി 5 തവണയോളം ബലാത്സംഗം ചെയ്തു എന്ന അതിഗൗരവകരമായ കാര്യങ്ങൾ മൊഴിയിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലീസിന്റെ അണിയറ നീക്കങ്ങളും സർക്കാർ സംവിധാനങ്ങളുടെ അണിയറ നീക്കങ്ങളും ആരെല്ലാമാണോ വേടനെ സംരക്ഷിക്കാൻ തുടക്കം മുതൽ ശ്രമിച്ചിരുന്നത് അവരുടെ എല്ലാം ശ്രമങ്ങൾ വിജയിച്ചു. അതുകൊണ്ട് തന്നെയാണ് നാളെ ഈ ഒരു കേസ് പരിഗണിക്കാനിരിക്കെ ഇതുവരെ വേടനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. വേടൻ കൃത്യമായി തന്നെ രഹസ്യ കേന്ദ്രങ്ങളിൽ ഒളിത്താവളങ്ങളിൽ ഇപ്പോഴും സുരക്ഷിതനായി കഴിയുന്നു. നാളെ കോടതി എന്ത് പറയുന്നു എന്ന് കാത്തിരിക്കുന്ന ഒരു നിലയിലേക്ക് പോലീസ് മാറി എന്നത് തന്നെയാണ് ഇതിലേറ്റവും പ്രധാനം. നാളെ വേടനെ സംബന്ധിച്ചിടത്തോളം വേടനെ ഒരു മുൻകൂർ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ അത് ആഗ്രഹിച്ചിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ താല്പര്യമുണ്ടായിരുന്ന പോലീസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം തന്നെ അവർ വിചാരിച്ചത് തന്നെ നടക്കുന്നു എന്ന നിലയിലേക്ക് പോവുകയും ചെയ്യും. ഇത്തരത്തിൽ കൃത്യമായ ഒരു അജണ്ട വേടനെ സംരക്ഷിക്കാനുണ്ടായിരുന്നു. ആ അജണ്ടയുടെ ഇതുവരെയുള്ള വിജയം കൂടിയാണ് അവർക്ക് പിടികൂടാൻ ശ്രമിക്കാതെ മാറി നിന്ന് ഈ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് വരെയും എത്തിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. തുടക്കം മുതൽ ഈ ഒരു രഹസ്യമൊഴി അടിസ്ഥാനമാക്കി പോലീസിന് മുന്നോട്ട് നീങ്ങാൻ കഴിയുമായിരുന്നു. മാത്രമല്ല സാക്ഷികളുടെ മൊഴികൾ പ്രധാനമാണ് എന്നും തങ്ങൾ സാക്ഷികളുടെ മൊഴികൾ രേഖപ്പെടുത്തിയായിരിക്കും മുന്നോട്ട് പോവുക എന്നുമായിരുന്നു പോലീസ് പറഞ്ഞിരുന്നത്, അന്വേഷണ സംഘം പറഞ്ഞിരുന്നത്. 2 അന്വേഷണ സംഘങ്ങളെ ഇതിനായി ചുമതലപ്പെടുത്തുകയും ചെയ്തു. അന്വേഷണത്തിന്റെ ഭാഗമായി അയൽ സംസ്ഥാനങ്ങളിലേക്ക് വേടന് വേണ്ടി തിരച്ചിൽ നടത്തുന്നതിന് വേണ്ടി 2 അന്വേഷണ സംഘങ്ങളെ തിരച്ചിലിനായി ചുമതലപ്പെടുത്തി. അതിലൊരു അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകിയിരുന്നത് ACP തന്നെയായിരുന്നു, തൃക്കാക്കര അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ തന്നെയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പുറത്തേക്ക് പോയില്ല. സംസ്ഥാനത്തിന് പുറത്തേക്കുള്ള അന്വേഷണത്തിന് മുതിർന്നില്ല എന്ന് മാത്രമല്ല ഈ 2 അന്വേഷണ സംഘങ്ങളും പൂർണ്ണമായും തന്നെ നിർജ്ജീവമായിരുന്നു. കാരണം ഏതെങ്കിലും തരത്തിൽ മൊബൈൽ ഫോൺ ലൊക്കേഷനുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമോ അല്ലെങ്കിൽ മറ്റ് സുഹൃത്തുക്കളുടെ ഫോണുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമോ ഒന്നും തന്നെ നടത്താതെ സ്വാഭാവികമായും അത്തരം അന്വേഷണങ്ങൾ നടത്തിയാൽ തന്നെ അതിപ്രശസ്തനായ ഒരാളാണ്, ആളുകൾക്ക് കണ്ടാൽ തിരിച്ചറിയും. കൂടുതൽ കാലം ഒളിവിൽ പോയി പുറത്തിറങ്ങാതെ നിൽക്കാൻ കഴിയില്ല. സ്വാഭാവികമായും തിരിച്ചറിഞ്ഞ ആളുകളിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ ലഭിച്ചിട്ടുണ്ടാകാം. എന്നാൽ അതെല്ലാം തന്നെ അവഗണിച്ച് മുന്നോട്ട് പോവുക, വേടൻ ഈ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് വരെ സംരക്ഷിക്കപ്പെടുക എന്നത് തന്നെയാണ് അവിടെ സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാട് എന്ന് പറയുന്നത്. മാത്രമല്ല
മാത്രമല്ല ഈ ഒരു മൊഴിയെ എങ്ങനെയാണ് പൂർണ്ണമായും സാധാരണ നിലയിൽ അതിജീവിതമാർ നൽകുന്ന മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകുന്ന മൊഴിക്ക് വലിയ പ്രാധാന്യം അന്വേഷണ സംഘം നൽകേണ്ടതാണ്. അത്തരത്തിൽ നൽകുന്ന നേരത്തെയും ഈ പല കേസുകളുമായി ബന്ധപ്പെട്ട് ഈ ലൈംഗിക ചൂഷണ ലൈംഗിക പീഡന പരാതികളിൽ ഇത്തരത്തിൽ അതിജീവിതമാർ നൽകുന്ന മൊഴികളെ അടിസ്ഥാനമാക്കി പോലീസ് മുന്നോട്ട് പോയ മുൻകാല അന്വേഷണ പാരമ്പര്യങ്ങൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എങ്കിൽ ഇവിടെ നേരെ മറിച്ച് ചില സംരക്ഷിത താല്പര്യങ്ങൾക്ക് ചില ആളുകളുടെ വ്യക്തി താല്പര്യങ്ങളും രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും വേണ്ടി വേടനെ സംരക്ഷിച്ചു പോരുന്നു. അതുകൊണ്ട് തന്നെയാണ് പൂർണ്ണമായും തന്നെ ഈ രഹസ്യമൊഴി തള്ളിക്കളഞ്ഞിരിക്കുന്നത്. അത് കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിനും സർക്കാർ തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസമായി നിലനിൽക്കുകയും ചെയ്യുന്നത്.